ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു അടിപൊളി Paytm ഏണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കമൻറ്റിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു, ബ്രോ Paytm എന്ന്. അപ്പോൾ ഇന്ന് ആ ഒരു അഭ്യർത്ഥന എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു അടിപൊളി Paytm ഏണിംഗ് ആപ്ലിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട്, നമ്മൾ കുറച്ച് നാൾ മുമ്പ് RX എന്ന് പറഞ്ഞിട്ട് ഒരു കളർ പ്രിഡിക്ഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരുപാട് റെഡ് ആൻഡ് വെൽപ്പുകളും നിങ്ങൾക്ക് തന്നായിരുന്നു ടെലിഗ്രാമിൽ. അതുവഴി ആ ഒരു റെഡ് ആൻഡ് വെൽപ്പ് മാത്രം വെച്ച് നമ്മൾ SkyMMൽ നിന്ന് നേരത്തെ പൈസ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ RXയുടെ റെഡ് ആൻഡ് വെൽപ്പ് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കി ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ വിഡ്രോ അടിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ റെഡ് ആൻഡ് വെൽപ്പൊക്കെ ഇട്ട് ഈ ഒരു 1-2 ആഴ്ച ഒരു ഷോക്കൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അതായത് പേയ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, പേയ്മെൻറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്, കംപ്ലീറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എടുത്ത് വെബ്സൈറ്റ് അപ്ഡേറ്റ് ഒക്കെ ആയിരുന്നു, എല്ലാം റെഡിയായി. ഇപ്പോൾ സിസ്റ്റം എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇന്ന് രാവിലെ കളിച്ച പ്ലേ ആണ്. വെറും 1-2 മിനിറ്റുകൾ കൊണ്ട് തന്നെ 7000 രൂപ ഉണ്ടാക്കി. അന്നേരം തന്നെ അത് വിഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വിഡ്രോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റ്, ഓണറിൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ട്. പുള്ളിയുടെ നമ്പർ നിങ്ങൾക്ക് തരാമെന്നാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അവർ വിഡ്രോ എടുത്തതിൻ്റെ റെക്കോർഡ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പേയ്മെൻറ്റ് ഇട്ട് തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് തന്നെയാണല്ലോ മോശം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റാണ്, നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് ആൻഡ് വെൽപ്പുകൾ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു റെഡ് ആൻഡ് വെൽപ്പിൻ്റെ പേരിൽ 1 മിനിറ്റിന് 2 മിനിറ്റിന് 10 സെക്കൻഡ് ഒന്നും വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കിട്ടുമ്പോഴൊക്കെയാണ്, ഇപ്പം ചെന്നിട്ട് ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ ലക്ഷങ്ങളുടെ റെഡ് ആൻഡ് വെൽപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ SkyMMൽ 8 ലക്ഷത്തിന് 10 ലക്ഷത്തിൻ്റെയൊക്കെ ഒരുപാട് റെഡ് ആൻഡ് വെൽപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെഡ് ആൻഡ് വെൽപ്പ് അതുപോലെ വലുത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർ അപ്പോൾ ജോയിൻ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ Captcha Job എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഇതിനകത്തുനിന്ന് ഞാൻ ഒരുപാട് തവണ വിഡ്രോ എടുത്തിട്ടുണ്ട്. വിഡ്രോ റെക്കോർഡ്സ് നിങ്ങൾക്ക് കാണാം. ഒരു തവണ 10,000 കോയിൻസ്, പിന്നെ 25,000 കോയിൻസ്, പിന്നെ ഒരു തവണ 25,000, 2 തവണ 5,000 കോയിൻസ്. ഇതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവർ കറക്റ്റ് ഒരു ടൈം പറയുന്നത് 48 ഹവേഴ്സിനുള്ളിൽ കിട്ടുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പറയുന്നില്ല 48 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്ന്. ഇത് 1 വീക്ക് വരെ ടൈം എടുക്കും. കാരണം ഇത് നമ്മുടെ ഗ്ലോബൽ ആപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഗ്ലോബൽ ആപ്സ്. അവർ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാത്തിൽ നിന്ന് പേയ്മെന്റ് നൽകുന്നത്. ഒരാഴ്ചയും ചിലപ്പോൾ 8-10 ദിവസം വരെ എടുക്കാം ഇതിൽ നിന്ന് പേയ്മെന്റ് കിട്ടാനായിട്ട്. അത് ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം Captcha Job എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് 30 ക്യാപ്ച കിട്ടും. ഓരോ ക്യാപ്ചയ്ക്കും നമുക്ക് 5 കോയിൻസ് ആണ് ലഭിക്കുന്നത്. എല്ലാ ക്യാപ്ചയ്ക്കും കിട്ടും. 30 എണ്ണത്തിന് നമുക്ക് 5 കോയിൻസ്, ഓരോന്നിന് 5 എണ്ണം വെച്ച് കിട്ടുന്നതാണ്. ക്യാപ്ച എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര ഉള്ളൂ. അവിടെ കാണുന്ന ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആഡ് ടു വാലറ്റ് അടിച്ച് നമുക്ക് കോയിൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിനകത്തെ ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് രാവിലെ കിട്ടുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഡെയിലി ബോണസ്. ഡെയിലി ബോണസ് നമുക്ക് കിട്ടുന്ന 50 കോയിൻസ് ആണ്. അത് നമുക്ക് 50 കോയിൻസ് റിസീവ് ആക്കാം. അത് ആഡ് ടു വാലറ്റ് അടിച്ച് നമുക്ക് റിസീവ് ചെയ്യാം. എല്ലാ ദിവസവും ഒരെണ്ണം വെച്ച് മാത്രമേ ഈ ഒരു ഡെയിലി ബോണസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് ശേഷം നമുക്ക് റിസീവ് ആയതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ഹോമിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മനസ്സിലായി Captcha Entry, രണ്ടാമത്തെ ഡെയിലി ബോണസ് മനസ്സിലായി. ഇനി നമുക്ക് റെഫർ ആണുള്ളത്. റെഫറിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഓഫർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. ഓഫറിനകത്ത് നമ്മൾ കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഓഫറുകളുണ്ട്. മെയിനായിട്ട് നമുക്ക് സർവേകൾ കംപ്ലീറ്റ് ചെയ്യാൻ, ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ, ഇതൊക്കെയാണ് ഓഫറുകൾ. പല ആൾക്കാരും ഓഫറുകൾ ചാടി കയറി ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ഏതാണെന്ന് ഓടിച്ചെന്നങ്ങ് ചെയ്യും. പക്ഷെ അതിൻ്റെ പകുതി കോയിൻസ് പോയിട്ട് ഒരു കോയിൻ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് പറയുന്നുണ്ട് അവർ, ഇന്ന കണ്ടീഷൻ ഇന്നതുപോലെ ചെയ്യണം, ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോയിൻസ് കിട്ടത്തുള്ളൂ. അതൊന്നും വായിക്കാതെയാണ് മെയിൻ ആയിട്ട് ഓടുന്നത്. ഇപ്പോൾ ഇവിടെ മോജ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ എടുത്തു. നിങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന, അല്ലെ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്നതിൻ്റെ നോക്കണ്ട, ഏറ്റവും കുറവ് കോയിൻസ് കിട്ടുന്നതിനെ നോക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് കൂടുതൽ കോയിൻസിലേക്ക് വരാം. അതിൽ ഏറ്റവും കുറവാണ് മോജ് എന്ന് പറയുന്നത്. കുറവല്ല, അതിന് അത്യാവശ്യം കോയിൻസ് തന്നെ ഉണ്ട്. അപ്പോൾ മോജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഓപ്പൺ ചെയ്യണം, അതിന് നമ്മൾ രജിസ്റ്ററും ചെയ്യണം. ഓൺലി ഫോർ ന്യൂ യൂസേഴ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു തവണ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിനകത്ത് കോയിൻസ് ക്രെഡിറ്റ് ആവുന്നതല്ല. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ മാത്രമേ കോയിൻസ് ക്രെഡിറ്റ് ആവത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ട് അത് ക്രോമിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു ആപ്ലിക്കേഷനകത്ത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി കോയിൻസ് ക്രെഡിറ്റ് ആവാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന ഒരു പ്രോസസ്സിനിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് വാട്സപ്പിലും ചാറ്റ് ചെയ്യണം പെട്ടെന്ന്.
പെട്ടെന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് നിങ്ങളൊന്ന് മാറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫോൺ വന്നു, നിങ്ങൾ ആ ഫോൺ എടുത്ത് പോയി, കോയിൻസ് കിട്ടത്തില്ല. അവർ ആ പറയുന്ന ഒരു കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, അവസാനം വരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതിനിടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ നോക്കാൻ പോലും പോകണ്ട, തൽക്കാലം ആ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ഉറപ്പായിട്ടും ക്രെഡിറ്റ് ആവും. പിന്നെ ഇവിടെ സർവേസ് ഉണ്ട്. സർവേസ് നമുക്ക് എല്ലായ്പ്പോഴും കിട്ടത്തില്ല, അത് ഞാനിപ്പോൾ പറയാം. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം സർവേ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. സർവേ എപ്പോഴും കിട്ടത്തില്ല, കാരണം സർവേയിൽ നമുക്ക് ഒരുപാട് കോയിൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഒരു സർവേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഓഫേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് ബിഗ് ക്യാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് 100 കോയിൻസ് കിട്ടും. നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഫോണിൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഞാനിത് ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തില്ല വീണ്ടും, പക്ഷേ ഞാൻ ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ കുറച്ച് നേരം ആ ഒരു ബിഗ് ക്യാഷിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുക. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കാര്യമുള്ളൂ. നിങ്ങൾ ബാക്ക് അടിക്കുന്ന സമയത്ത് ആ 100 കോയിൻസ് അതേപോലെ തന്നെ എൻ്റെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആയി. വാലറ്റിലേക്കൊക്കെ കോയിൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്, അതിലൊരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. പിന്നെ നെറ്റിൻ്റെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചാലേ ഉള്ളൂ. പിന്നെ ഇവിടെ അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റർ ചെയ്യുന്നതിന് ഉടനെ നമുക്ക് കോയിൻസ് ക്രെഡിറ്റ്, ആ ഒരു നിമിഷം തന്നെ നമുക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ ഓഫറുകൾ ഈ എക്സ്ട്രാ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് ഇതിനകത്തെ മെയിൻ പരിപാടികൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റെഫർ ബൈപ്പാസിലേക്കും അതുപോലെ തന്നെ എങ്ങനെ റെഫർ ചെയ്യണം, എത്ര കോയിൻസ് ആണ് റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ റെഫർ ബൈപ്പാസ് ആദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ റെഫർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ലിങ്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തതിന് ശേഷം ആ ലിങ്ക് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം അവിടെ ജസ്റ്റ് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ലിങ്കിൽ ഏറ്റവും അവസാനം ഒരു ഈക്വൽ സിമ്പൽ കാണും. ആ ഈക്വൽ സിമ്പിളിൻ്റെ അവസാനം സിമ്പൽ കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെഫർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ റെഫർ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. ആ ഒരു ഈക്വൽ സിമ്പൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് നമ്പറുകളായിരിക്കും നിങ്ങളുടെ റെഫർ കോഡ് എന്ന് പറയുന്നത്. ആ റെഫർ കോഡ് മാത്രം നമുക്ക് മതി, ലിങ്കിൻ്റെ ആവശ്യം നമുക്കില്ല. എന്നിട്ട് നിങ്ങൾ റെഫർ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു റെഫർ ബൈപ്പാസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫോണിൽ വർക്കാവില്ല. ഇപ്പോൾ തന്നെ പറയാം, പിന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കരുത് ബ്രോ ഇങ്ങനെ പറഞ്ഞു ഇത് ഫേക്കാണ്, നടക്കത്തില്ല. നിങ്ങളുടെ ഫോണിന് വർക്കാവില്ല, അത് എൻ്റെ കുറ്റമല്ല, നിങ്ങളുടെയും കുറ്റമല്ല, കമ്പനിയുടെയും കുറ്റമല്ല, അത് മൊബൈലിൻ്റെ പ്രോബ്ലമാണ്. പല ഫോണുകളിലും വർക്കാവത്തില്ല ഇത്, എന്നാൽ ചില ഫോണുകളിൽ ഇത് വർക്കാവും. അതുപോലെ തന്നെ ചില ഫോണുകളിൽ 3-4 റെഫർ ബൈപ്പാസ് ചെയ്യുമ്പോൾ തന്നെ ഇത് സ്റ്റോപ്പ് ആയിപ്പോവും. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഗ്ലോബൽ ആപ്സിനെ കുറിച്ചും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാ ഫോണിലും ഈ ഒരു പരിപാടി വർക്കാവത്തില്ല. സാംസങ്ങിൻ്റെ ഫോണുകളിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമേ വർക്കാവില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാനിവിടെ റെഡ്മിയുടെ മൊബൈലിലാണ് കാണിച്ചു തരുന്നത്. റെഡ്മിക്കാർക്ക് ഒരുപാട് തവണ വർക്കാവും, എന്നാലും ഇടയ്ക്ക് ഡിവൈസ് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും. അങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നെ റെഫർ ബൈപ്പാസ് ചെയ്യാൻ നിൽക്കേണ്ട, റിയൽ റെഫർ ചെയ്താൽ മതി. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ടാസ്കുകളുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നിങ്ങൾക്ക് റെഡ്മിയുടെ ഫോൺ ഇല്ലാത്തവർ ആപ്പ് ക്ലോണർ യൂസ് ചെയ്യുക. റെഡ്മിയുടെ ഫോൺ ഉള്ളവർ ഡുവൽ ആപ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലോൺ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ക്ലോൺ ഉണ്ടാക്കി ഓപ്പൺ ചെയ്തിട്ട് വേറൊരു ഇമെയിൽ ഉപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇമെയിൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ക്യാപ്ച എന്നൊരു സാധനം വരും. ഈ ക്യാപ്ച എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് മീറ്റർ എന്ന് എഴുതി കാണിച്ചേക്കുവാണ്. അപ്പോൾ പാർക്കിംഗ് മീറ്ററിൻ്റെ പടങ്ങൾ ഏതാണ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയാണ് ക്യാപ്ച സോൾവ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ അവർ ക്യാപ്ചിന് മുമ്പ് സോൾവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചോദിച്ചത്. ഇങ്ങനെയാണ് ക്യാപ്ച സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രോബ്ലം നമ്പർ ഞാൻ എന്ത് കൊടുക്കും എന്നാണ്. ഓരോ ക്ലോൺ ഉണ്ടാക്കുമ്പോഴും ഞാൻ എന്ത് നമ്പർ കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു 10 ഡിജിറ്റുള്ള എന്തെങ്കിലും നമ്പർ നിങ്ങൾ കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും 10 ഡിജിറ്റ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ റെഫർ കോഡ് മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിക്കുമ്പോൾ നമുക്ക് 2 ടാസ്ക് വരുന്നതായിരിക്കും. ഒന്ന് നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. 2 നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ചാനൽ. വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. മറ്റൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടീഷൻ അവർ പറഞ്ഞേക്കുവാണ്. ആ ഒരു കണ്ടീഷനും കൂടെ കടന്നാലേ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ ക്രോമിലേക്ക് പോകും. ക്രോമിൽ നിന്ന് ബാക്ക് അടിക്കുമ്പം ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയി. ആ ഒരു കണ്ടീഷനും നമ്മൾ ഫിൽ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ആപ്ലിക്കേഷനകത്തേക്ക് എൻ്റർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഹോമിലേക്ക് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ടാസ്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാപ്ച വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇപ്പം ജസ്റ്റ് എൻ്റെ ഈ ഒരു കോയിൻസ് ആഡ് ആയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഇന്നലെ കാണാൻ സാധിക്കും. ഇന്നലെ ഞാൻ റെഫർ ബൈപ്പാസ് ചെയ്തപ്പോൾ എൻ്റെ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. 200 കോയിൻസ് അവസാനമായിട്ട് ആഡ് ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ആഡാവില്ല, ആഡ് ആവും. നിങ്ങൾക്ക് റെഫർ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും, പക്ഷേ എപ്പോഴും നടക്കത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ മൊബൈലിൽ നടക്കുന്നില്ലെങ്കിൽ മറ്റൊരു മൊബൈലിൽ ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നടക്കുന്നില്ലെങ്കിൽ ആ 2 മൊബൈലിന് ചിലപ്പോൾ ഒരേ കമ്പനിയുടെ വല്ലതും ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ഒരു 10 തവണ ഞാൻ റെഡ്മിയുടെ മൊബൈലിൽ ചെയ്തിട്ടുണ്ട്, 7-6 തവണ മാത്രമേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. ബാക്കി 4 തവണ ഫെയിൽ ആയിപ്പോവും. പക്ഷേ നിങ്ങൾക്ക് റെഫർ ബൈപ്പാസിൽ 200 കോയിൻസും കിട്ടുന്നുണ്ട്. ഇനി റെഡീം ചെയ്യാനാണെങ്കിൽ റെഡീമിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് Paytmലേക്ക് റെഡീം ചെയ്യാം. മിനിമം വിഡ്രോ 30 രൂപയാണ്. ഒരു 5000 കോയിൻസിന് നമുക്ക് 30 രൂപ കിട്ടുന്നുണ്ട്.
ഇനി നമുക്ക് പബ്ജിയും ഫ്രീ ഫയറും ഉണ്ട്. പബ്ജിയും ഫ്രീ ഫയറും കളിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അവർക്ക് പബ്ജിയിലേക്ക് യൂസ് ചെയ്യും, ഫ്രീ ഫയറിലേക്ക് ഡയമണ്ടും വിഡ്രോ എടുക്കാം. പിന്നെ പേപ്പാലിലേക്ക് നിങ്ങൾക്ക് പൈസ ചെയ്യും. പേപ്പാൽ ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്ര സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ഒരാഴ്ചയിൽ കൂടുതലെടുക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആവാനായിട്ട്. ഗ്ലോബൽ ആപ്സിനെ അറിയാവുന്നവർ ഉറപ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയൊരു ആപ്ലിക്കേഷനുമായിട്ട് കാണാം. അതുവരെ ടാറ്റ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.